നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇന്നലെ രാത്രിയില് എന്റെ വീട്ടില് മോഷണം നടന്നിരുന്നു. പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. മാഡത്തിന്റെ വീട്ടിൽ നിന്നും മോഷണം പോയത് ഈ പേനയല്ലേ? അല്ല, ഇതെങ്ങനെ നിങ്ങളുടെ കയ്യിൽ വന്നു? അല്ല, എന്റെ വീട്ടിൽ മോഷണം നടന്നെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ഇപ്പോൾ പ്രോസിക്യൂഷൻ പറഞ്ഞ ഈ നീതി അനുസരിച്ച് ഈ പേനയെക്കുറിച്ച് ഒരു അന്വേഷണം വന്നാൽ യഥാർത്ഥത്തിൽ അറസ്റ്റിലാവുന്ന മേഡം തന്നെയാണ്. കാരണം ഈ പേനയുടെ ബാക്കി ഭാഗമുള്ളത് മേഡത്തിന്റെ കയ്യിലാണ്. എന്റെ വീട്ടിൽ നിന്ന് പേന മോഷിച്ച കള്ളൻ അതിന്റെ ക്യാപ്പ് എന്റെ ബാഗിലിട്ടു. അതിന് ഞാൻ കുറ്റവാളിയാണോ? അല്ലെങ്കിൽ തന്നെ എന്റെ പേന ഞാൻ എന്തിനാ മോഷ്ടിക്കുന്നേ? അതുപോലെ തന്നെയല്ലേ എന്റെ കക്ഷി. ചെമ്പകമംഗലത്തെ പാരമ്പര്യ സ്വത്താണ് ആ ഉടമ. അവർക്കാർക്കും അത് മോഷ്ടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇവിടെ കുറ്റവാളി മറ്റാരുമാണ്. മാഡത്തിന് കൊടുക്കാൻ ഒരു കള്ളൻ പേനയുടെ ക്യാപ്പ് മാഡത്തിന്റെ ബാഗിൽ വെച്ചു എന്ന് പറയുന്നത് പോലെ തന്നെയാണ് എന്റെ കക്ഷിയുടെ മുറിയിൽ രത്നങ്ങൾ ഒളിപ്പിച്ചു വെച്ചതും. അത് കലക്കി. ലോ പോയിന്റ് പെർഫെക്റ്റ്. പക്ഷേ സീനിയർ എന്താ പറഞ്ഞു വരുന്നത്? സംശയത്തിന്റെ ആനുകൂല്യം എല്ലാവർക്കും ഉള്ളതാണ്. എന്റെ കക്ഷിക്കും അത് കിട്ടാനുള്ള അവകാശമുണ്ട് എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇതിന്റെ പേരിൽ ജാമ്യം അനുവദിക്കാതെ ഈ പ്രായത്തിൽ ഒരു പെൺകുട്ടിയെ ജയിലിനകത്താക്കിയാൽ ഉണ്ടാകാൻ പോകുന്ന നാണക്കേടിനെയും അപമാനത്തെയും കുറിച്ച് എനിക്ക് നല്ല ഭയമുണ്ട്. നിരപരാധിയായ ഈ പെൺകുട്ടി ജയിലിൽ പോയാൽ ആ കുടുംബത്തിന്റെ അവസ്ഥ എന്താവും? ഇവരുടെ ഭർത്താവ് ഒരു IPS ഓഫീസറാണ്. മറ്റൊരാളെ കൊടുക്കാൻ വേണ്ടി വേണമെങ്കിൽ ഇവർക്ക് ചെയ്യാമല്ലോ. അങ്ങനെയാണെങ്കിൽ മേഡത്തിന്റെ കാര്യത്തിലും അത് ബാധകമാവല്ലോ. പേനയുടെ ക്യാപ്പ് മാഡം തന്നെ ബാഗിൽ വെച്ചിട്ട് മറ്റൊരാളെ കൊടുക്കാനായിട്ട് പേന ഉപയോഗിച്ചെന്ന് പറയാമല്ലോ. അപ്പൊ വക്കീലിന്റെ കക്ഷിക്ക് ജാമ്യം അനുവദിക്കാതെ രക്ഷയില്ല. പ്രോസിക്യൂഷൻ കൊണ്ടുവന്ന ഈ കേസ് യഥാർത്ഥത്തിൽ ഒരു കള്ളക്കേസാണ്. എന്റെ കക്ഷിയെ അതിൽ കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ കേസിൽ യഥാർത്ഥ സത്യം തെളിയിക്കാൻ നിരപരാധികൾ ശിക്ഷിക്കപ്പെടാതിരിക്കാനും സംശയത്തിന്റെ ആനുകൂല്യത്തിൽ എന്റെ കക്ഷിയെ ജാമ്യത്തിൽ വിടണമെന്നും വാളിന്റെ കേസിൽ പുതിയൊരു അന്വേഷണത്തിന് കോടതി ഉത്തരവിടണമെന്നും ഞാൻ താഴ്മയെ അപേക്ഷിക്കുന്നു. സീനിയർ ഒരു കാര്യം ഓർക്കണം. ഇത്തരം പ്രാക്ടീസ് ഞാൻ എന്റെ കോടതിയിൽ അനുവദിക്കാറില്ല. തൽക്കാലം ജാമ്യം തരുന്നു. പക്ഷേ ഈ കോടതി ഞാനും ഇവിടെ തന്നെ ഉണ്ടാകും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.